തന്റെ കയ്യിലുള്ള എല്ലാ രേഖകളും ഹാജരാക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് എത്രത്തോളം കോടതി അതിനെ കേൾക്കും എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ കാണേണ്ടതുണ്ട്. എങ്കിലും ഈ രാഷ്ട്രീയമായി ഇതിനെ നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി ഇത്രയും ദിവസം മാത്രമേ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇത് ആർക്കാണ് നന്നായി ഭവിക്കുക അല്ലെങ്കിൽ ആർക്കാണ് ഇത് കൊള്ളുക? തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചിത്രം ഏറെക്കുറെ പൂർണ്ണമായി വ്യക്തമായിരിക്കുകയാണ്. അടുത്ത ദിവസം പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ജില്ലകളിൽ നമുക്കറിയാം, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 9-ാം തീയതി വിധി എഴുതാൻ പോവുകയാണ്. അവിടെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് കോൺഗ്രസ് കരുതിയ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. വലിയ തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കേസുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഉണ്ടാകുന്നു. പത്മകുമാർ വീണ്ടും ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലടക്കം പത്മകുമാറിനെ പ്രതി ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെടാത്ത തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ കോൺഗ്രസിനെയും മറ്റ് കക്ഷികളെയൊക്കെ ഒരുപോലെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. കാരണം രാഹുൽ എവിടെയെന്ന ചോദ്യത്തിന് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഉത്തരം പറയേണ്ടി വരുന്നു. രാഹുലിന് കോൺഗ്രസിൽ നിന്ന് സഹായം നൽകുന്നുണ്ടെന്ന ആരോപണങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടി വരുന്നു. അതായത് ഒരേ സമയം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും രാഹുലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു ബാധ്യതയായി മാറുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് ചില രാഷ്ട്രീയ താൽപര്യങ്ങൾ കൊണ്ടാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തോടടുത്ത് രാഹുലിനെ പിടികൂടിയാൽ മറ്റ് വിഷയങ്ങളൊന്നും അപ്പോൾ ചർച്ചയിൽ വരില്ല. ഈ ഒരൊറ്റ വിഷയത്തിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെടും. അതിനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് നടക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതേസമയം ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ പരിഗണിക്കുമ്പോൾ അവിടെ നിന്നും ഒരു തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരുപക്ഷെ അധിക നാളിങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ കഴിയുക എന്നത് സാധ്യമായ ഒരു കാര്യമാകില്ല. ഏത് വിധേനയും അറസ്റ്റ് ഒഴിവാക്കുക, അതായത് ഏത് വിധേനയും പോലീസ് പിടികൂടുന്ന സാഹചര്യം ഒഴിവാക്കുക, അല്ലെങ്കിൽ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുക, അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഏത് തരത്തിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തിയത് സമാനമായ തരത്തിലാണ്, അതിവേഗത്തിലാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ഈ ഹർജി ഫയൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്ന് തന്നെ പരിഗണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിൽ ഒന്നായി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് സ്ത്രീ വോട്ടർമാർ അതിൽ എത്ര കണ്ട്, അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളിൽ ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന, പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലുമുണ്ട്. അവർ സൈബർ ഇടങ്ങളിലടക്കം അത്തരം പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മറ്റൊരു പരാതി കൂടി രാഹുലിനെതിരെ ഉയർന്നു വരുന്നത്. അതോടെ അവർ നിയമപരമായി മുമ്പോട്ട് പോകാൻ ആ യുവതി തയ്യാറാകുകയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ മൊഴി നൽകുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അത് മറ്റൊരു കുരുക്കായി മാറും രാഹുൽ മാങ്കൂട്ടത്തിന്. അതുകൊണ്ട് അതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ ചർച്ചകളിൽ നിറയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതിനിടയിൽ രാഹുലിനെ എങ്ങാനും പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ പിന്നീട് മറ്റൊരു തരത്തിലേക്ക് ഈ വിവാദങ്ങൾ നീങ്ങും. അതായത് രാഹുലിനെ അന്വേഷണ സംഘം തലസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് വരെയുള്ള നടപടികൾ അത് വലിയ തരത്തിൽ തെരുവുകളിൽ പ്രതിഷേധമുയരാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മളിപ്പോ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, ഈ ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമ്മൾ എടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സർക്കാരിനെ കുറ്റപ്പെടുത്തുക, എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് എന്ന ചോദ്യം ശക്തമായി തന്നെ ഉയർത്തി. ഞങ്ങൾ കൈയൊഴിഞ്ഞു, ഞങ്ങൾക്ക് അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ല, അത്രയും മോശപ്പെട്ട ഒരാളാണ്, ഉടനെ തന്നെ ഞങ്ങൾ നടപടിയെടുത്തു, അത്രയും ഗംഭീരമായൊരു പാർട്ടിയാണ് ഞങ്ങളുടേത് എന്ന് പറഞ്ഞ് കൈകഴുകുന്നു. മറുവശത്ത് മുഖ്യമന്ത്രി പറയുന്നു പോലീസ് വളരെ നല്ല രീതിയിൽ ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് സംരക്ഷിക്കുകയാണ് എന്ന രീതിയിൽ. ഈ രണ്ട് പ്രതികരണങ്ങൾ കൂടി ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതായത് കേവലം ഒരു വ്യക്തി അയാളുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ, സ്വകാര്യ ജീവിതത്തിലുണ്ടായ ഒരു ചില പിഴവുകൾ, വീഴ്ചകൾ, അത് ഏത് തരത്തിലൊക്കെയാണ് ഒരു മുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്നത് എന്നതിന്റെ നേർസാക്ഷ്യമായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ. മാത്രമല്ല അവിടെ കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഇതല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു. അതാണ് വസ്തുത. അതായത് ഇങ്ങനെ ഒരു നടപടി എടുക്കുകയല്ലാതെ വരട്ടെ, പരിശോധിക്കട്ടെ, പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തട്ടെ എന്നൊന്നും പറഞ്ഞ് അതിനെ ഒരു തരത്തിലും ഒന്ന് സൈഡ് ലൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു പരാതി അല്ല ഉയർന്നു വന്നത്. കാരണം അതിനൊരു ഗൌരവ സ്വഭാവം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
കോൺഗ്രസിന്റെ നേതൃനിരയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തുകയും ഈ നടപടി വൈകുന്നതിൽ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നതോടെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഈ നടപടി പ്രഖ്യാപിക്കുക എന്നതൊരു അനിവാര്യതയായി മാറുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഔദ്യോഗികമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് മാത്രമേ ഉള്ളൂ. രാഹുൽ എന്ന വ്യക്തിക്ക് വ്യക്തിപരമായി കോൺഗ്രസിലെ നേതാക്കളുമായി ചിലരുമായി എങ്കിലുമുള്ള വളരെ അടുത്ത ആത്മബന്ധം, ആ ആത്മബന്ധം ഇപ്പോൾ ഈ ഒളിവിൽ കഴിയുന്നതിനടക്കം രാഹുൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന വിമർശനമാണ് ഇടതുപക്ഷം ഉയർത്തുന്നത്. മാത്രമല്ല കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെന്റാണ് ഭരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന കർണാടകത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ കഴിയാനുള്ള ബോധപൂർവമായ സഹായം ചെയ്ത് നൽകുന്നു എന്ന തരത്തിലുള്ള വിമർശനം ഇടതുമുന്നണി മുമ്പോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ പരസ്പരം കൊണ്ടും കൊടുത്തും ഈ വിവാദത്തിൽ അങ്ങ് കത്തിക്കയറുകയാണ്. അതിനിടയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ചിലർ. കാരണം കുറച്ചുകൂടി ലിബറലായിട്ടുള്ള ഒരു തീരുമാനം, കർശന ഉപാധികളോടെയെങ്കിലും ജാമ്യം അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ. അതുകൊണ്ടാണ് ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷ വലിയ പ്രാധാന്യത്തോടെ നോക്കിക്കണ്ട് എങ്ങാനും ഒരു തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും. അവിടെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കമുണ്ടാകുമോ, അതോ അതിനു മുമ്പ് തന്നെ ഏതെങ്കിലും കോടതിയിലേക്ക് രാഹുൽ എത്തുമോ, അതോ അതിനു മുമ്പ് അന്വേഷണത്തിൽ രാഹുലിനെ വലയിലാക്കുമോ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചകളിൽ പറയുന്നത്. എന്തായാലും രാഷ്ട്രീയ രംഗത്ത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് വരെ ഈ വിവാദം ഇങ്ങനെ കത്തി തന്നെ നിൽക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതാണ് ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ ഡാനി, അത്തരത്തിൽ ഡാൻ പറഞ്ഞതുപോലെ ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോരാട്ടം നടത്തുന്നത്. കാരണം പാർട്ടി കൈയൊഴിഞ്ഞു കഴിഞ്ഞു. സത്യത്തിൽ ഒരു വെറുക്കപ്പെട്ടവനായി മാറി, ജീവിതത്തിൽ ഒരു അച്ചടക്കമില്ലാത്തവനായി മാറി. നേരത്തെ ഒന്ന് സംരക്ഷിച്ചുകൊണ്ടിരുന്ന കൈകളെല്ലാം ലൂസായി. പ്രത്യക്ഷമായി ഇയാൾക്ക് വേണ്ടി സംസാരിച്ചയാൾ ഇപ്പോൾ ഉള്ളിലാണ്. ആരും ഇപ്പോൾ മുഖമില്ലാത്ത ചില ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന സപ്പോർട്ടുകൾ ഒഴിച്ചാൽ ഇപ്പോൾ അങ്ങനെ ആരും അധികമായി രാഹുലിനെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കാണുന്നുമില്ല. അങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വാദങ്ങൾ കോടതിയിലേക്ക് വരുമ്പോൾ ഇതുവരെ കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത എന്ത് തെളിവാണ് രാഹുലിന്റെ പക്കൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയല്ലേ? അശ്വതി, അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച ഈ ജാമ്യ ഹർജിയിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവർ വിവാഹിതയായിരുന്നത് കൊണ്ട് താൻ ചില കാര്യങ്ങൾ അങ്ങനെ ഇതിൽ പുറത്ത് പറയാതിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്, ഒരു വരി പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ കോടതിയിലേക്ക് പക്ഷേ ഇത് നിലനിൽപ്പിനായി അല്ലെങ്കിൽ ഈ തൻ്റെ കയ്യിലുള്ള മുഴുവൻ തെളിവുകളും താൻ സമർപ്പിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ചെയ്യുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞതിനും ആ ചെയ്തതിൽ ഇനി എന്തെങ്കിലും കൂടുതലുണ്ടോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം അത് പൊതുജനമധ്യത്തിൽ ഷെയർ ചെയ്യാത്ത, ഈ സമൂഹ മാധ്യമങ്ങളിൽ പിടികൊടുക്കാത്ത, അല്ലെങ്കിൽ അതിലേക്ക് കൊടുക്കാത്ത മറ്റെന്ത് തെളിവാണ് സമർപ്പിക്കുക എന്നതാണ്. ആ ഒരു വരിയിലാണ് സഹൂദം നമ്മൾ നോക്കുന്നത്. ഇതിൽ എന്താണ് അതിനപ്പുറത്തേക്കുള്ളൊരു തെളിവ് ഇനിയിപ്പോൾ കോടതിയിൽ സമർപ്പിക്കപ്പെടുക, അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് എന്ന രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. കോടതിയിൽ അത്തരം തെളിവുകൾ സമർപ്പിക്കാൻ താൻ തയ്യാറാണ്. നിരവധിയായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഇത്തരം കാര്യങ്ങളിലുണ്ട്. ചിലർ അവരെ പരാതി നൽകാൻ നിർബന്ധിച്ചു എന്നത് പറയുന്നതിന് അവർ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്നതടക്കം അതിൽ സൂചനയുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ആധികാരികമായി വസ്തുതാപരമായി എന്ത് തെളിവാണ് ഇത്തരം ഒരു വാദത്തിന് നൽകാൻ കഴിയുക? കേവലം ഒരു വാദമുഖമായി അത് ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് സാധിക്കുകയില്ല. കോടതിക്ക് മുൻപിലാണ് പറയുന്നത്, ഹൈക്കോടതിക്ക് മുന്നിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ വാദം വെറും വാദമായിട്ടല്ലാതെ ഇതിലെന്താണ് വസ്തുതയുള്ളത്, അതിൽ എന്ത് തെളിവ് നൽകാൻ കഴിയുന്നു, പെൺകുട്ടി അങ്ങനെ പറയുമ്പോൾ ഇതിൽ എന്ത് തെളിവാണ് ആ കാര്യങ്ങളിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. വെറുതെ ഒരു ഇരവാദം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയില്ല രാഹുലിന്. അങ്ങനെ പറയണമെങ്കിൽ കൃത്യമായ ഒരു തെളിവുകളോടുകൂടി തന്നെ സമർപ്പിക്കേണ്ടി വരും. അതിൽ എന്താണ് ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്ന് പറയുമ്പോൾ അതെന്ത് എന്നതാണ്. അതിൽ നേരത്തെ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സെഷൻസ് കോടതി തള്ളിയതാണോ, അതല്ലാതെ പുതിയതായി മറ്റെന്തെങ്കിലും ആണോ എന്നതെല്ലാം തന്നെ ഇന്ന് ഈ വാദത്തിനിടയിൽ മാത്രമാണ് അറിയാൻ കഴിയുക. ഹൈക്കോടതി ഇന്ന് ഇവരുടെ വാദം കേൾക്കും. ഒരുപക്ഷെ ഒരു തീരുമാനത്തിലേക്ക് പോകുമോ അത്തരം കാര്യങ്ങൾ കോടതിയാണ് അത്തരം കാര്യങ്ങൾ പറയുക. ഇതിലൊരു വിധിയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് മാത്രമാണ് പറയാനായിട്ട് സാധിക്കുക. ഏതായാലും വാദം വൈകാതെ തന്നെ കോടതിയിലേക്ക്
10 മണിയോടുകൂടി കോടതി ആരംഭിക്കുമ്പോൾ കേസ് 30ാമത്തെ ഒരു ഐറ്റമായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. അവൾ ഉച്ചയ്ക്ക് മുൻപായിട്ട് ഒരുപക്ഷെ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണനയ്ക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം എന്ന് പറയുമ്പോൾ അതിലെന്ത്, നേരത്തെ അശ്വതി ചോദിച്ചതുപോലെ ഈ കാര്യങ്ങളിൽ പുതിയതെന്ത്, ഇനി പറയാൻ ഇപ്പോൾ പറഞ്ഞതല്ലാതെ ഇനി പറയാനെന്ത്, ഇനി പുതിയ തെളിവ് സമർപ്പിക്കാൻ എന്ത് എന്നതെല്ലാം തന്നെ കോടതി പരിഗണിക്കപ്പെടുമ്പോൾ മാത്രം നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തായാലും അത്തരം തെളിവുകൾ ഉണ്ട് എന്നതാണ് രാഹുൽ നൽകുന്ന, അല്ലെങ്കിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ നൽകുന്നത് അടക്കമുള്ള സൂചനകൾ. കോടതിയിലേക്ക് സമർപ്പിക്കപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജിയിൽ അത്തരം ചില പരാമർശങ്ങളുണ്ട്. അതിലെന്ത് തെളിവ് എന്നത് നമുക്ക് കാത്തിരിക്കാം. ഡാനി പോളും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് വാദം കേൾക്കുക. FIR വായിക്കുക മാത്രമാണ് വീഡിയോയിൽ ചെയ്തതെന്നും പരാതിക്കാരിയെ അവഹേളിക്കുന്നതൊന്നും ഇതിൽ ഇല്ലെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് രാഹുലിനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു.